ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒന്നിച്ചു ചേർന്ന് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. I thank the Lord for yet another opportunity the Lord has given to me to be among the Lord's people here and also to share His word. നാം പാടിയ രണ്ടാമത്തെ പാട്ടിൽ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, നല്ല അർത്ഥമുള്ള പാട്ടിൻ്റെ വരികളാണത്, അല്ലേ? ദൈവ മക്കളായ നമുക്ക് ഈ ലോകത്തിൽ അതിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടാകത്തില്ല. നമ്മുടെ കർത്താവിനെ പോലെ ആയി തീരുക എന്നുള്ളതിനെക്കാട്ടിലും ശ്രേഷ്ഠമായ ഒരു ആത്മീയ ഗോള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യമല്ല. നാം കഴിഞ്ഞ 2 രാത്രികളിലും നാം ചിന്തിച്ചു വരുന്നതും ഈ കർത്താവിനോട്, ഈ യേശു കർത്താവിനോടും കൂടെ ചേർന്ന് ജീവിപ്പാൻ മാത്രമല്ല, അവൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിപ്പാനുമുള്ള ഒരു ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. The Lord has called us to co-labor with Him, laboring together with the Lord. അതാണ് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി സീരീസിൻ്റെ തീമായിട്ട് നാം എടുത്തിരിക്കുന്നത്. 1 Corinthians 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് പൗലോസ് പറയുന്ന വാക്കുകൾ. We are co-laborers with Him. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന്, അവനോടൊപ്പം ചേർന്ന് അവൻ്റെ ആ ഒരു ദൗത്യം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. കഴിഞ്ഞ രാത്രി നാം പ്രത്യേകിച്ച് ഫിലിപ്പിൻ്റെ ജീവിതത്തിനെ ആസ്പദമാക്കി പ്രവൃത്തികൾ 6-ാം അധ്യായം തുടങ്ങി 8-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ അതിൽ നിന്ന് ഒരു മനുഷ്യൻ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താൻ ഒരു അനുഗ്രഹ പാത്രമായി തീരണം എന്ന് ചിന്തിക്കുമ്പോൾ അവൻ്റെ ജീവിതം കൊണ്ട് ദൈവം എന്തൊക്കെ സാധിച്ചെടുക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. Blessed to be a blessing. Everything that God has given into our hands, if we place it at His disposal, the Lord uses everything for His glory. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, ഇതൊക്കെയും അവൻ്റെ മുമ്പിൽ നാം വയ്ക്കുമ്പോൾ അതെല്ലാം അനേകരുടെ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി വേറൊരു ദൈവദാസന്റെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം നാം ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ, when we look at the context of the book of Acts, we realize what happens in chapter 9 is a very important moment in the history of the early church. ആദിമ സഭയിൽ നടന്ന പല കാര്യങ്ങളിൽ ആ ചരിത്രം തന്നെ മാറ്റുവാൻ കാരണമായ ഒരു സംഭവമാണ് ഈ 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേദപുസ്തകം വായിക്കുന്നവർക്ക് അറിയാം, ഈ 9-ാം അധ്യായത്തിലാണ് ശൗലിന്റെ മാനസാന്തരത്തിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ ഇടയാകുന്നത്. 9-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ chapter 9 verse 1 we read, Then Saul, still breathing threats and murder against the disciples of the Lord, went to the high priest and asked letters from him to the synagogues of Damascus. പൗലോസ് അല്ലെങ്കിൽ ശൗലിയുടെ വലിയൊരു തീവ്രതയാണ് കാണിക്കുന്നത്. എന്തിനു വേണ്ടി? ദൈവമക്കളെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവസഭയെ വേരോട് ഈ ലോകത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഈ ശൗൽ ആ കാലഘട്ടത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. He was so zealous in what he believed. തൻ്റെ മനസ്സിൽ താൻ ഏത് സത്യമായിട്ട് വിശ്വസിച്ചോ അതിനുവേണ്ടി തൻ്റെ ജീവിതം കംപ്ലീറ്റ്
സമർപ്പിച്ച് ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ 9-ാം അധ്യായം അതിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചു വരുന്ന കാര്യം, ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. God had a great plan, a plan that Saul did not understand until that particular day. അന്ന് വരെയും ശൗലിന് ഇതെന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്നാൽ ദൈവം ഈ മനുഷ്യനെ തൻ്റെ കയ്യിൽ എടുക്കുവാനുള്ള സമയമായി. In a very dramatic way, supernatural way, nothing short of a supernatural act. ഒരു വലിയ ശബ്ദം കേൾക്കുന്നു, കണ്ണ് കാണാതെ പോകുന്നു, വലിയ വെളിച്ചം അവിടെ കാണുവാൻ ഇടയായി. അപ്പൊ ഇങ്ങനെ പല അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സമയം ശൗല് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൂ ആർ യു? നീ ആരാണ്? നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കാം. 9-ാം അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 5ഉം 6ഉം നമുക്ക് വായിക്കാം. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്തിനും ഡമാസ്കസിനും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 135 മൈലാണ്, റഫ്ലി അറൌണ്ട് 220 കിലോമീറ്റേഴ്സ്. അപ്പൊ അവിടെയാണ് ഇപ്പൊ ശൗൽ എത്തിയിരിക്കുന്നത്. അവന്റെ ഉദ്ദേശം വ്യക്തമായ ഒരു ഉദ്ദേശമാണ്. അവിടെ ഉള്ള ദൈവമക്കളെ പിടിച്ചുകൊണ്ടുപോയി അവരെ ഉപദ്രവിക്കുക, അവരെ നശിപ്പിച്ച് ഇല്ലാതാക്കുക. ഇതാണ് ശൗലിന്റെ ഉദ്ദേശം. അപ്പോൾ അവിടെ വെച്ചാണ് കർത്താവ് തൻ്റെ വെളിപ്പാട് ശൗലിന് തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ വെളിപ്പാട്ടിന്റെ സമയം ഇവിടെ ശൗല് ചോദിക്കുന്ന ചോദ്യം, ഹൂ ആർ യു ലോർഡ്? അതിന് ആദ്യത്തെ ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കർത്താവ് തന്നു. എന്താണ്? ഐ ആം ദ ലോർഡ് ജീസസ്. ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണ് യേശു ക്രിസ്തു. നമുക്ക് പിന്നെ വായിച്ചു നോക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 21-ാം അധ്യായത്തിൽ ഈ സംഭവത്തിനെ കുറിച്ച് തന്നെ പൗലോസ് തിരിച്ചു ഓർക്കുന്ന സമയം അവിടെ നമുക്ക് കാണാം, സെക്കൻഡായിട്ട് ഒരു ചോദ്യം കൂടെ പൗലോസ് ചോദിച്ചു, അല്ലെങ്കിൽ ശൗല് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, ഹൂ ആർ യു ലോർഡ്? അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കർത്താവ് നൽകി. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ്, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ലോർഡ്? അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നത്? ഓർ വാട്ട് ഈസ് യുവർ വിൽ ഫോർ മീ? I have lived my life thus far in my own understanding. Now I realize that you are the Lord and you have a plan for me, and I want to understand what is that plan. എന്നെ കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയാൻ എനിക്ക് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആദ്യത്തെ ചോദ്യത്തിന് കർത്താവ് നേരെ ഒരു ഉത്തരം നൽകി. രണ്ടാമത്തെ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞതാണ്, നീ ഈ ഒരു സ്ഥലത്ത് പോയി അവിടെ കാത്തിരിക്കുക, നീ എന്താ ചെയ്യണ്ടേന്നുള്ളത് നിനക്ക് അറിയിക്കും. അങ്ങനെയാണല്ലേ നമ്മൾ വായിച്ചത്. 9-ാം അധ്യായത്തിന്റെ ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ, 6-ാമത്തെ വാക്യം. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് എന്ത് ചെയ്യും? പറയും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിന് നേരെ എങ്ങ് ശൗലിന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ശൗലേ, ഇതാണ് നിന്നെ കൊണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നേരെ ഈ ശൗലിന്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവം ആ രീതിയിലും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, വ്യക്തമായിട്ട് ദൈവത്തിന്റെ പദ്ധതികൾ ഡയറക്റ്റ് ആയിട്ട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതിന് പകരം പ്രിയപ്പെട്ടവരെ ശൗലോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് കാത്തിരുന്നാൽ മതി, നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ടി ഒരാളെ ഞാൻ എന്ത് ചെയ്യാം? അങ്ങോട്ട് അയക്കാം. I will send somebody so that they can come and talk to you.
they can come and know, share with you what is my will for your life. So God wanted a messenger to go out and meet with Saul on his behalf. അപ്പോൾ ഇവിടെ ഇതാണ് പശ്ചാത്തലം. This is the background. Saul is waiting, confused. Saul is waiting there. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ആ സമയത്ത് ദൈവം ഒരാളെ ശൗലിന്റെ അടുത്തോട്ട് അയക്കുവാൻ ദൈവം അന്വേഷിക്കുന്നു. തനിക്ക് വേണ്ടി, കർത്താവ് തനിക്ക് വേണ്ടി ഈ ശൗലിന്റെ അടുത്തോട്ട് ഒരു വ്യക്തിയെ അയക്കുവാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഈ ഒരു ബൈബിൾ സ്റ്റഡി സീരീസിൽ I think that is one of the major thoughts that's coming up again and again. Whenever God wants to do something here on this earth, God always seeks out to his children. ഈ ലോകത്തിൽ ദൈവം തൻ്റെ ഇഷ്ടത്തിൽ, തൻ്റെ ആലോചനയിൽ, തൻ്റെ ദൗത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ആ സമയം അത് ചെയ്യുവാൻ വേണ്ടി തൻ്റെ മക്കളിൽ ഒരാളെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: ഐ എം എ മെസ്സഞ്ചർ. ദൈവത്തിൻ്റെ ഒരു മെസ്സഞ്ചറാണ്. ദൈവം താൻ ഈ ലോകത്തിനോട് അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിൽ കൂടെ ഈ ലോകം അറിയുവാൻ വേണ്ടി അയക്കപ്പെടേണ്ട ആരാണ്? ഞാൻ ഒരു മെസ്സഞ്ചറാണ്. ഐ എം എൻ അംബാസിഡർ. പൗലോസിന്റെ ലാംഗ്വേജിൽ നമ്മൾ പറയുവാണെങ്കിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, വി ആർ ഹിസ് അംബാസിഡേഴ്സ്. സ്ഥാനാധിപതികളാണ്, ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികൾ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ക്യാരക്ടർ. ഹിസ് നെയിം ഇസ് അനന്യാസ്. പൗലോസിനെ കുറിച്ചല്ല ഇന്ന് നാം ചിന്തിക്കുവാൻ ഉള്ളത്. അതിനു പകരം ഈ പൗലോസിനെ ഈ ദൈവവേലയിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം അയച്ച ഒരു വ്യക്തി, അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. നമുക്ക് ആദ്യമായിട്ട് 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 10-ാമത്തെ വാക്യം. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിത എന്ന് അവൻ വിളിക്കേട്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികൾ ആരാണ്? ഏത് രീതിയിലുള്ള വ്യക്തികളെയാണ് ദൈവം തൻ്റെ വേലയിൽ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ തൻ്റെ കൂടെ ദൈവം കൂട്ടാളികളായി ചേർക്കുന്ന വ്യക്തികൾ ഏത് രീതിയിലുള്ളവരാണ്? The kind of people God uses. ഇവിടെ അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ നാം ചിന്തിച്ച് വരുന്നത്. അപ്പൊ ഈ അനന്യാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഈ വേദപുസ്തകത്തിൽ നമുക്ക് ആകെ വായിക്കാൻ പറ്റിയത് ഈ 9-ാം അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിനു ശേഷം ഈ അനന്യാസിനെ കുറിച്ച് ഒറ്റ റെഫറൻസ് മാത്രമേ ഉള്ളൂ 21-ാം അധ്യായത്തിൽ. അവിടെയും പൗലോസ് തന്റെ സാക്ഷി പറയുമ്പോൾ ഈ അനന്യാസിന്റെ പേര് ഒന്ന് എന്ത് ചെയ്യുന്നു? എടുത്തു പറയുന്നുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയം ഈ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ വന്ന് കണ്ടത് എന്ന് അവിടെ ഒരു വാക്കും കൂടെ ആഡ് ചെയ്ത് പറയുന്നു. ഇതിൽ കൂടുതൽ ഈ അനന്യാസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് വേറെ ഒന്നും വായിക്കുവാൻ മനസ്സിലാക്കുവാൻ ഇല്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതില് നമ്മൾ വായിച്ചു കേട്ട 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, Now there was a certain disciple at Damascus. He's called as a disciple. കർത്താവിന്റെ ഒരു ശിഷ്യനായിരുന്നു. അതിൽ ഉറപ്പുണ്ട്. ലൂക്കോസ്
തൻ്റെ ഈ ഹിസ്റ്ററി എഴുതിയപ്പോൾ, ആദിമ സഭയുടെ ചരിത്രം എഴുതിയപ്പോൾ, അനന്യാസിനെ കുറിച്ച് ലൂക്കോസിന് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ സാധിച്ചു: അവൻ ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ഒരു ശിഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നൊക്കെയും നമ്മുടെ ഇടയിൽ ഈ ബോൺ അഗെയിൻ ബിലീവർ എന്ന് പറയുന്ന വാക്കൊക്കെയും സർവ്വസാധാരണമായിട്ട് നമ്മൾ എന്തുവാ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. രക്ഷിക്കപ്പെട്ട ആളാണോ? രക്ഷിക്കപ്പെട്ട ആളാണ്. അതുപോലെ വന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്, സഭയിൽ റെഗുലറായിട്ട് വരുന്ന ആളാണോ? വരുന്ന ആളാണ്. ആരാധനയിൽ പങ്കെടുക്കുന്ന ആളാണോ? ആരാധനയിൽ പങ്കെടുക്കുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, എസ്പെഷ്യലി നമ്മൾ ഈ വിവാഹ ആലോചനകളൊക്കെ വരുമ്പോൾ അപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? സഭയ്ക്ക് റെഗുലറായിട്ട് വരുന്ന വ്യക്തിയാണോ? ആരാധനയിൽ പങ്കെടുക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കും. അതിനൊക്കെ ഉത്തരം പലപ്പോഴും എന്താ പറയുന്നത്? നമുക്ക് ലഭിക്കുന്നത് യെസ് 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 എന്നാണ് പറയുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോൾ തനി സ്വഭാവം വെളിയിൽ അറിയും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അർത്ഥം ഇത്രയേ ഉള്ളൂ: ചില വാക്കുകൾ ഉപയോഗിച്ച് പഠിച്ചുപോയി. ചില വാക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ നാം അതിന്റെ അർത്ഥം പോലും അറിയാതെ ഉപയോഗിച്ച് പഠിച്ചുപോയി. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ടല്ലോ, അനന്യാസ് ഒരു ശിഷ്യനായിരുന്നു. എല്ലാവർക്കും ഉപയോഗിച്ചൊരു വാക്കല്ല കേട്ടോ. നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ 4 സുവിശേഷങ്ങളിലും കർത്താവിന്റെ പിന്നെ വന്ന് ആൾക്കാരെ 2 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിന്റെ പേര് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർ. മറ്റേ ഗ്രൂപ്പിന്റെ പേരെന്താണെന്നറിയോ? പുരുഷാരം, ക്രൗഡ്സ്. ഇവരെല്ലാം കർത്താവിന്റെ പിന്നെ വന്നവരാണ്. എന്നാൽ ദൈവവചനം വ്യക്തമായിട്ട് ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്: എല്ലാരും കർത്താവിന്റെ പിന്നെ പോയ എല്ലാരും കർത്താവിന്റെ ശിഷ്യന്മാരല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ അനന്യാസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, അവൻ യഥാർത്ഥമായ ഒരു ശിഷ്യനായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിനെ ശരിക്കും തന്റെ രക്ഷിതാവുമായിട്ട് താൻ കർത്താവ് പറയുന്ന രീതിയിൽ, കർത്താവ് എന്നുള്ള ആ കർത്തൃത്വം തന്റെ ജീവിതത്തിൽ അത് ഏറ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. He was a true follower of the Lord Jesus Christ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയും ഈ 21-ാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 22, അപ്പോസ്തല പ്രവർത്തികൾ 22, അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാരും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. അപ്പൊ ആദ്യം നാം മനസ്സിലാക്കി ഇവനൊരു ശിഷ്യനായിരുന്നു. രണ്ടാമത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദൈവവചനപ്രകാരം ഭക്തിയോടെ നടക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അത്. A man who was devoted according to the law. വെറും ഭക്തിയല്ല, വെറുതെ ഉള്ള ഭക്തിയല്ല. അവിടെ പറഞ്ഞിട്ടുള്ളത് ദൈവ പ്രമാണത്തിൻപടി നടന്നിട്ടുള്ള ഒരു ഭക്തിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ എടുത്തോടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുക, അവൻ സാക്ഷിയുള്ള ഒരു ജീവിതം ജീവിക്കുന്നവനായിരുന്നു. Who are the kind of people God uses? ദൈവം തൻ്റെ വേലയിൽ തന്നോട് ചേർത്ത് ദൈവം തൻ്റെ രാജ്യത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ ആരാണ് എന്നുള്ള ചോദ്യം വരുവാണെങ്കിൽ, they are the simple people. ദൈവത്തെ സാക്ഷാൽ അറിഞ്ഞ് ദൈവഭക്തിയോടെ ജീവിക്കുന്ന സാക്ഷിയുള്ള ദൈവ മക്കളാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അനന്യാസിനെ കുറിച്ച് വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അനന്യാസ് ലോക്കൽ അസംബ്ലിയിൽ എന്തെങ്കിലും അവിടുത്തെ നേതാവായിരുന്നോ, എൽഡർ ആയിരുന്നോ, അല്ലെങ്കിൽ ഡീക്കനായിരുന്നോ? ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണ്? രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് അവന്റെ പഠിപ്പ് എത്രയായിരുന്നു? അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവന്റെ കഴിവുകൾ എന്തായിരുന്നു? അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല.
പക്ഷെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി. ദൈവമക്കളെ, ഇന്ന് രാത്രിയും നാം പലരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഉപയോഗിക്കാത്തത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ എന്നെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനത്തെ ഒരു പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൽ എവിടെയും ദൈവം ഞാൻ നിന്നെ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉപയോഗിക്കുവാൻ ആഗ്രഹമുള്ള ദൈവമാണ്, ഉപയോഗിക്കുവാൻ വേണ്ടി വിളി കൊടുക്കുന്ന ദൈവമാണ്. അപ്പൊ ചോദ്യവും പ്രാർത്ഥനയും എന്തായിരിക്കണം എന്നറിയോ? ദൈവമേ, നീ ഉപയോഗിക്കുന്ന രീതിയിൽ ഞാൻ ആയിത്തീർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ നിന്റെ കരങ്ങളിൽ എടുത്ത് എന്നെ ഉപയോഗിക്കുവാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കുറവുകളുണ്ടോ? എൻ്റെ സാക്ഷ്യ ജീവിതത്തിൽ കുറവുകളുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, that should be our question. Lord, am I usable? നിന്നാൽ ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ എൻ്റെ ആത്മീയ നിലവാരം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. I want to tell you, my dear brothers and sisters, God can use anybody and everybody. ദൈവത്താൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും ഇവിടെ ഇരിക്കുന്നില്ല. നമ്മുടെ പഠിപ്പോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമുക്ക് എത്ര ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള കഴിവോ നമ്മുടെ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസോ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ സ്റ്റേറ്റസോ സോഷ്യൽ ഇൻഫ്ലുവൻസോ ഇതൊന്നും ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മുടെ ഇടത്തിൽ നോക്കുന്നില്ല. But he will not compromise on one thing. Dear brothers and sisters, he will never compromise on one thing. That is our spiritual credentials. That is our spiritual credentials. ഇന്ന് ഒരുപക്ഷെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെയും ശുശ്രൂഷ മേഖലയിലുള്ള പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയട്ടെ, ഇന്ന് പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ടോ ഈ പഠിത്തമുള്ള ആളായതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ജോലിയുള്ള ആളായതുകൊണ്ടോ ഒക്കെയും ചിലപ്പോൾ ദൈവ ശുശ്രൂഷ മേഖലയിൽ ചിലരൊക്കെ വന്ന് ആയിത്തീരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ കരത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. You need to be a man of God. You need to be a woman of God. You need to be a man of God. You need to be a woman of God. That is all God is looking for. That is all that God is looking for. ഞാൻ പറയട്ടെ, ഈ അനന്യാസ് ഒരു ദൈവ പൈതലായിരുന്നു, ദൈവമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് എതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നറിയോ? ഒറ്റ വിളി എവിടെ നമുക്ക് കേട്ടുള്ളൂ, ഒറ്റ വിളി. എങ്ങനെ എന്തോ വായിക്കുന്നത്? ഒരു പ്രാവശ്യം ദൈവം അവന്റെ സ്വപ്നത്തിൽ വന്ന് ഒരു വിഷനിൽ വന്ന് ഒറ്റ പ്രാവശ്യമേ വിളിച്ചോളൂ, അവന്റെ പേര് പറഞ്ഞ് അനന്യാസേ. ആ വിളി ദൈവം വിളിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ഈ അനന്യാസ്. ഞാൻ പറയട്ടെ, if you are out of tune with God, my dear brothers and sisters, may I in a very solemn way remind you, many a time we are not hearing the voice of God, not because God is not speaking to us. ദൈവം നമ്മളോട് സംസാരിക്കാത്തത് കൊണ്ടല്ല ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാത്തത്. നമുക്ക് പല സമയം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തതിന്റെ കാരണം we are out of tune with God. We are out of tune with God. കാരണം ബൈബിളിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, എത്ര പ്രാവശ്യമാണ്
ബൈബിൾ വായിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു ദൈവത്തിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്രഹാമിനോട് സംസാരിച്ച ദൈവം, ഈസാക്കിനോട് സംസാരിച്ച ദൈവം, യാക്കോബിനോട് സംസാരിച്ച ദൈവം, മോശയോട് സംസാരിച്ച ദൈവം, യോശുവയോട് സംസാരിച്ച ദൈവം, കാലേബിനോട് സംസാരിച്ച ദൈവം, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവം, അതാണ് വേദപുസ്തകം നമ്മോട് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ദൈവം നമ്മോട് സംസാരിക്കാത്തത്? എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കാത്തത്? മേ ബി വി ആർ ഔട്ട് ഓഫ് ട്യൂൺ വിത്ത് ഗാഡ്. മേ ബി വി ആർ ഔട്ട് ഓഫ് ട്യൂൺ വിത്ത് ഗാഡ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖപ്പെടുത്തി. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് പിന്നെയും പിന്നെയും സംസാരിച്ച്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിന് നമ്മെ വിനയപ്പെടുത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാതെ ജീവിച്ചതും കൊണ്ട് പരിശുദ്ധാത്മാവെ ദുഃഖപ്പെടുത്തി ലാസ്റ്റില് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത നിലയിൽ ആയിത്തീർന്ന് ദൈവമക്കൾ ഉണ്ട്. അനന്യാസ് എന്ന് പറയുന്ന ഈ ദൈവ പൈതൽ ഒരു പ്രാവശ്യം ദൈവം വിളിച്ചു, അനന്യാസേ. അതിന് അവൻ പറയുക, ഹിയർ ഐ ആം ലോർഡ്. കർത്താവേ, ഞാൻ ഉണ്ട്. എന്നോട് പറയാനുള്ളത് എന്താണ് ദൈവമേ? എന്നോട് പറയുക. ഐ ആം വില്ലിംഗ് ലോർഡ്, ഐ ആം വില്ലിംഗ് ടു ലിസൺ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ചിലപ്പോൾ നമ്മളൊക്കെയും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ശ്വാസം നിൽക്കാതെ നാം നമ്മുടെ കാര്യങ്ങളൊക്കെ ആരോട് പറയാറുണ്ട്? ദൈവത്തോട് പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് നല്ലതാട്ടോ, പറയുന്നത് തെറ്റല്ല. കർത്താവിന്റെ വചനം തന്നെ പറയുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ യാചനകളൊക്കെയും ദൈവസന്നിധിയിൽ പറയാനുള്ള അവകാശം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറുവശം ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ലാസ്റ്റിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാണ് അവസാനമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, നിനക്ക് എന്നോട് പറയാനുള്ളത് എന്താണ്? ദൈവമേ, നിനക്ക് എന്നോട് പറയാനുള്ളത് എന്താണ്? ലോർഡ്, ഐ ആം വില്ലിംഗ് ടു ലിസൺ. ഐ ജസ്റ്റ് വാണ്ട് ടു be here, and I want you to open up your heart and reveal what is your plan for me, my family, my local church. I want to hear from you, Lord. When was the last time? ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. Have we allowed the Lord to speak to us? Have we silently sat in His presence just to hear what? His still small voice. The kind of people God uses. I want to bring before you the life of an amazing missionary lady, Gladys Aylward. ബ്രിട്ടനിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സഹോദരി. 20-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഗ്ലാഡിസ് അയൽവാർഡിന്റെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സാമ്പത്തിക ഇടപാടുള്ള കുടുംബത്തിലല്ല ജനിച്ചത്. അതിൻ്റെ പോരായ്മകളുണ്ടായിരുന്നു. നല്ല പഠിപ്പ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല ജോലി ലഭിച്ചില്ല. ഒരു വലിയൊരു വീട്ടിലെ വേലക്കാരിയായിട്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ പല വർഷങ്ങൾ ചെലവാക്കിയത്. അത് മാത്രമല്ല, ഷീ വാസ് വെരി സ്മോൾ ഇൻ സ്റ്റേച്ചർ. ആ പുസ്തകത്തിന്റെ ടൈറ്റിലിന്റെ താഴെ നോക്കിയേ, ദ സ്മോൾ വുമൻ വിത്ത് എ ഗ്രേറ്റ് ഗാഡ്. കാണാനും ആള് ഒത്തിരി ഷോർട്ടാണ്. അപ്പൊ ഒരു വീട്ടിൽ ജോലിക്കാരിയാണ്. പക്ഷെ ഇവള് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതിന് ശേഷം ദൈവവചനം പഠിക്കാനുള്ള ഭയങ്കര ആഗ്രഹം. അങ്ങനെ ദൈവവചനം പഠിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദൈവം ഇവളെ ഒരു മിഷണറി ആയിട്ട് ചൈനയിലോട്ട് വിളിക്കുക എന്നുള്ളത്. ആ സമയമായപ്പോഴത്തേക്കും ഇവക്ക് വയസ്സ് ഒരു 40-ന്റെ അടുത്തായി. അപ്പോൾ ഇവള് തൻ്റെ സഭയിലും അന്നുണ്ട് മിഷണറി ഏജൻസിയുടെ അടുത്തൊക്കെ പോയി ഈ ഗ്ലാഡിസ് പറയും, എനിക്കൊരു മിഷണറി ആയിട്ട് അവിടെ ചൈനയ്ക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ പലരും അവളോട് പറഞ്ഞു, മോളെ, നിനക്ക് ഇത്ര വയസ്സായി, ഇനി വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി ആ കൾച്ചറുമായി അഡ്ജസ്റ്റ് ചെയ്ത് ആ ഭാഷ പഠിച്ച് അവിടെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു. ആരും അവളെ എൻകറേജ് ചെയ്തില്ല കേട്ടോ. ചരിത്രം എങ്ങനെയാ പറയുന്നത്? യു നോ വാട്ട്, ഷീ സ്റ്റാർട്ടഡ് കളക്ടിങ് ദ മണി. അവക്ക് ശമ്പളത്തിൽ നിന്ന് കിട്ടിയ കാശ് കുറച്ച് അവള് ചേർത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം താൻ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്തു. 2 സൂട്ട് കേസ് എടുത്തിട്ട് അവളുടെ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി വെച്ചിട്ട് സൈബീരിയൻ റെയിൽ എന്ന് പറയും ആ കാലഘട്ടത്തിൽ. ഇറ്റ് ഗോസ് അക്രോസ് റഷ്യ ആൻഡ് ദെൻ എൻഡേഴ്സ് ഇൻ ടു ചൈന. അങ്ങനെ പോകുന്ന സൈബീരിയൻ റെയിലില് ഇവള് യാത്ര ചെയ്ത് തനിച്ച് ദൈവം കാണിക്കുന്ന ആ ചൈനയിലോട്ട് പോകാൻ വേണ്ടി അവള് തീരുമാനിച്ചു. ദാറ്റ് ഈസ് എ റിയൽ പിക്ചർ ദാറ്റ് യു സീ ഓവർ ദർ. അപ്പൊ അവൾ ഒരു പ്രാവശ്യം ഇങ്ങനെയാ പറഞ്ഞു, ഓ ഗോഡ്, ഹിയർ ഇസ് മൈ ബൈബിൾ, ഹിയർ ഇസ് മൈ മണി, ഹിയർ ഐ ആം, യൂസ് മീ ഗോഡ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, റൈറ്റ്? എ സിമ്പിൾ ലേഡി, എ സിമ്പിൾ ലേഡി. എന്നിട്ട് അവളുടെ പ്രാർത്ഥന ഇതാ, ദൈവമേ, ഇതാണ് എന്റെ വേദപുസ്തകം, ഇതാണ് എന്റെ കയ്യിലുള്ള കാശ്, ദൈവമേ നീ ഉപയോഗിക്കണേ. 2 സൂട്ട് കേസുമായിട്ട് she eventually landed in China. For many years God used her in an amazing way. നിങ്ങൾ ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അവിടെ 2 pairs of feet നിങ്ങൾക്ക് കാണാം. ചൈനീസ് ആൾക്കാരുടെ ഇടയിൽ അന്ന് ഒരു സോഷ്യൽ ഈവിൾ കസ്റ്റം ഉണ്ടായിരുന്നു. കൊച്ചു പിള്ളേരുടെ കാല് അത് അവര് മുറുക്കി കെട്ടും. ചെറിയ പ്രായത്തിൽ തന്നെ വയറ് വെച്ച് ബൈൻഡ് ചെയ്യും. കാരണം അവരുടെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പെമ്പിള്ളാർക്ക് വലിയ കാലുകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ they used to know bind the small children's leg as they were growing up. ഇതിൽ പലരും എന്തോ പറഞ്ഞു കഴിഞ്ഞാല് കാല് മുറിഞ്ഞ് വിരലൊക്കെ പഴുത്ത് ടെറ്റനസ് ഒക്കെ അടിച്ച് പല കുഞ്ഞുങ്ങൾ മരിക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഈ കൾച്ചറിൽ. അവരുടെ ഇടയിൽ പോയി നിന്ന് ഇവൾ ഈ ഒരു സോഷ്യൽ ഈവിൽ ഇതിന് എതിരെ പ്രവർത്തിക്കുകയും കർത്താവിന്റെ വചനം അറിയിക്കുകയും എത്രയോ മക്കളെ, കുഞ്ഞു മക്കളെ കർത്താവിലോട്ട് കൊണ്ടുവരുവാൻ ഈ ഗ്ലാഡിസ് അയൽവാഡിനെ ദൈവം ഉപയോഗിച്ചു. The little woman who won China. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആകെ ദൈവം അന്വേഷിക്കുന്നത് എന്തോന്നറിയോ? Do you really love me? എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? Are you willing? I actually wanted to read this quote for you. This is by ഗ്ലാഡിസ് അയൽവാഡ്. ഗ്ലാഡിസ് അയൽവാഡ് ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു വാക്കാണ്. I really like this quote. She said, let me first read that in English. I wasn't God's first choice for what I have done in China. I don't know who it was. It must have been a man, a well-educated man. I don't know what happened. Perhaps he died. Perhaps he wasn't willing. And God looked down and saw Gladys Aylward, and God said, well, she is willing, let me send her. Amazing. That's all. You know what? ഒരു പക്ഷേ ഗ്ലാഡിസ് പറയുക, ഞാനല്ല ചൈനയിലോട്ട് ഈ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവത്താൽ ഒരു പക്ഷെ പണ്ട് നിയമിക്കപ്പെട്ടത്. അതൊരു ആണായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഠിച്ച വ്യക്തിയായിരിക്കാം. ആ വ്യക്തി എന്തുകൊണ്ട് പോയില്ല എനിക്കറിയത്തില്ല. ചിലപ്പോൾ മരിച്ചു കാണും, ചിലപ്പോൾ പോകാൻ മടിയായിരിക്കും. പിന്നെ ദൈവം താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഗ്ലാഡിസ് അവൈലബിളാ, എന്നാ അവളെ ഞാൻ അയക്കാം. അങ്ങനെയാണ് ഞാൻ പോയത്. Dear brothers and sisters, what kind of people God uses? ഇവിടെ ഞാൻ പറയട്ടെ, നമ്മളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളോട് ഇന്ന് ഈ ദൈവവചനം നമ്മോട് ദൈവം സംസാരിക്കുന്നത്. It doesn't matter who you are. It doesn't matter what limitations you have. നമുക്ക് എത്ര പോരായ്മകളും കുറവുകളും ബലഹീനതകളും ഉണ്ടായാലും ഞാൻ പറയട്ടെ, ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന എൻ്റെ ജീവിതം എനിക്കറിയാം.
ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം വരെയും ഒരു 2 പേരുടെ മുമ്പിൽ നിന്ന് ഒരു അക്ഷരം പറഞ്ഞ് പരിചയമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. I have never stood before people. I'm talking about until I reached the age of 23, almost 23. I could never ever imagine that no, one day the Lord will be calling me to know, travel around and minister His word. ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച ഒരു കാര്യമല്ല, എന്നെ കൊണ്ട് സാധ്യമല്ല. But you know what? When you are willing to actually trust Him and surrender yourself to Him, you will see what God can do through your life. Secondly, നമ്മൾ 9-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തില് അതിന്റെ 13ഉം 14ഉം കൂടെ ഒന്ന് വായിക്കാമോ? അതിന് അനന്യാസ്, അല്ല ബ്രദറെ, 11 വായിച്ചിട്ട് കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കാം. 12 അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഓക്കെ, നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, ഈ അനന്യാസ് പറഞ്ഞു, ദൈവമേ നിന്നെ അരുളി ചെയ്യുക, ഞാൻ ഇവിടെ ഉണ്ട്, നിനക്ക് എന്നോട് പറയാനുള്ളത് എന്തോ അരുളി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനോട് വ്യക്തമായിട്ട് പറഞ്ഞു, നീ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ശൗൽ എവിടെയാണ് താമസിക്കുന്നത്, ഏത് വീട്ടിലാണ്, ഏത് സ്ട്രീറ്റിലാണ്, എല്ലാ വ്യക്തതയും ക്ലിയർ ആയിട്ട്. നമ്മളൊക്കെ ഈ ഇടയ്ക്കൊക്കെയും നമ്മൾ ആരെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ? ഒന്ന് പറഞ്ഞേ, ലൊക്കേഷൻ മാപ്പ് ഒന്ന് അയക്കാൻ പറയും, GPS ലൊക്കേഷൻ മാപ്പ് ഒന്ന് അയക്കാൻ പറയും. ഞാൻ പറയട്ടെ, അന്നത്തെ GPS ലൊക്കേഷൻ ആണിത്. ദൈവം അന്ന് ഈ അനന്യാസിന് കൊടുത്ത GPS ലൊക്കേഷൻ ആണ്. അനന്യാസേ, you have to go and meet this man at this place. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം ഇന്നും വ്യക്തതയോടെ സംസാരിക്കുന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിലുണ്ടല്ലോ, ഈ വേദപുസ്തകത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തെറ്റാണ്. God can still speak to us very specifically, because God is not a God of confusion. God is not a God of what? No, making you go around and around without having clarity. God can speak with absolute clarity what you need to do, where you have to go. പക്ഷെ നമുക്ക് വേണ്ടി എന്തോന്നറിയോ? ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന്, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? വ്യക്തതയില്ലാത്ത പല സമയങ്ങളും കാണുട്ടോ ജീവിതത്തിൽ, വ്യക്തതയില്ലാത്ത പല കൺഫ്യൂസിങ് ക്രോസ് റോഡ് ലൈക്ക് സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ കാണും. എന്നാൽ ആ സാഹചര്യത്തിലൊക്കെയും ദൈവം പറഞ്ഞ വാക്കുകൾ മറക്കരുത്. എന്താണ്? നിങ്ങൾ when you are in the crossroad, when there is a way on the right side and the left side, you will hear me speak to your soul, this is the way. I tell you, please don't take hasty decisions in life. ജീവിതത്തിൽ നാം സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം വികാരങ്ങളെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു, ആരെങ്കിലും ലോകത്തിലുള്ള ആരെങ്കിലും ഈ രീതിയിൽ ചെയ്തു എന്നൊക്കെയും വിചാരിച്ച് അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആകാമെന്ന് ഒരിക്കലും ദൈവം ചിന്തിക്കല്ലേട്ടോ. Because we have a God who can guide us with so much of clarity. All that is required is be willing to present yourself in God's presence until He speaks to you. ഞാൻ അവിടെ നിർത്തുവാണ്. The kind of task God assigns, the kind of people that God uses. Secondly, the kind of task that God assigns.
ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അവന്റെ ദൗത്യങ്ങൾ. ഞാൻ ഇങ്ങനെയാ ഇപ്പൊ ചിന്തിക്കുന്നത്. ഇപ്പൊ ദൈവം പറഞ്ഞു, നീ ശൗലിനെ പോയി കാണണം. ഇതാണ് ദൈവം അനന്യാസിന് കൊടുത്ത ആ ഒരു പ്രത്യേക ജോലി. നീ ശൗലിനെ പോയി കണ്ട് അവനോട് എനിക്ക് പറയാനുള്ളത് നീ ഒരു മെസ്സഞ്ചർ ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. 13 തൊട്ട് വായിച്ചേ ബ്രദറെ, 13ഉം 14ഉം വായിച്ചേ. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അനന്യാസ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അനന്യാസിന് ഇച്ചിരി ഭയമുണ്ടായി. ഇച്ചിരി ഭയമല്ല, നമ്മളാണെങ്കിൽ അതിനേക്കാട്ടിലും ഭയം ഉണ്ടാകും. കാരണം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എങ്ങനെയാ വായിക്കുന്നത്? ശൗൽ എന്ന് പറയുന്ന പേര് തന്നെയും ദൈവമക്കളുടെ ഇടയിൽ എന്തുവാ, ഒരു മരണ ഓലമാണ് അന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ വ്യക്തിയുടെ മുമ്പിലോട്ട് ദൈവം ഈ അനന്യാസിനെ അയച്ച് അനന്യാസിനെ അവിടെ ദൈവം ഉപയോഗിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അനന്യാസോട് പറയുന്നത്, ദൈവമേ, അയാളെ കുറിച്ച് എന്തോരം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടതൊന്നും നല്ലതല്ല. കേട്ടതെല്ലാം അവനെ കുറിച്ച്, ശൗലിന്റെ പാസ്റ്റിനെ കുറിച്ച്, യെരൂശലേമിൽ അവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. കർത്താവേ, ഇവന്റെ അടുത്തോട്ടാണോ എന്നെ വിടുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ എന്തിനാണ് ഈ അനന്യാസ് ദമസ്കസിൽ വന്നിട്ടുള്ളത് എന്നുള്ളതും ആർക്കറിയാം? അനന്യാസിന് അറിയാം, ഡമസ്കസിലുള്ള ബിലീവേഴ്സിന് അറിയാം. ഇങ്ങനെ ഒരു കക്ഷി, ശൗൽ എന്ന് പറയുന്ന കക്ഷി ഇവിടെയും വന്നിട്ടുണ്ട്. ഒന്നാമത് ഈ ദൈവമക്കൾ നടുങ്ങി വിറച്ചിരിക്കുന്ന സമയമാണ്, എന്ത് സംഭവിക്കുമെന്ന്. ഇപ്പൊ ദൈവം പറയുക, ആ വ്യക്തി ഇവിടെയാണ് താമസിക്കുന്നത്, അവനെ കണ്ട് ഞാൻ അവനോട് പറയാനുള്ളത് എന്ത് ചെയ്യുക, നീ പറയുക. Dear brothers and sisters, let me say, ചിലപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളുണ്ടല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് അല്ല. നമ്മുടെ കഴിവുകളിൽ ഒതുങ്ങുന്ന ശുശ്രൂഷകളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം കർത്താവേ, ഞാൻ ഇത് ചെയ്യാം. എന്നാൽ പലപ്പോഴും ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്ത് തീർക്കാനുള്ള കഴിവുകളോ അല്ലെങ്കിൽ ധൈര്യമോ പലപ്പോഴും നമുക്ക് എന്തുവാ, പോരാ. ഞാൻ നെഹമ്യാവിനെ കുറിച്ച് ആദ്യത്തെ ദിവസം സംസാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, നെഹമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രയോ വർഷങ്ങളായിട്ട് പണിയാതെ കിടക്കുന്ന മതിൽ പണിയാൻ വേണ്ടി ഈ ഇവിടുന്ന് പോയിട്ട് എന്ത് സാധിച്ചെടുക്കാനാണ്? ഇതിനുള്ള കാശ് ആര് തരും? ഇതിനുള്ള ആൾക്കാർ എവിടുന്ന് വരും? 1000 മൈൽ യാത്ര ചെയ്യണമെങ്കിൽ ഇന്ന് നമുക്ക് ഒരു ഫ്ലൈറ്റിന്റെ കാശ് കൊടുത്ത് കയറിപ്പോയാൽ മതി. അന്ന് 1000 മൈൽ യാത്ര എന്ന് പറയുന്നത് 3 മാസം നടന്ന് യാത്ര ചെയ്യണം. അല്ലെങ്കിൽ അന്നുള്ള കഴുകയോ കുതിരയോ ഇതിന്റെ മുകളിൽ കയറി 3 മാസം യാത്ര ചെയ്യണം. എത്രയോ വനത്തിൽ കൂടെ പോകണം. അപ്പൊ ഈ സമയത്തൊക്കെയും ആര് പ്രൊട്ടക്ട് ചെയ്യും? Dear brothers and sisters, ദൈവം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അനന്യാസ് പറയുന്നത് പോലെ, ഫീൽ ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും നമുക്കും പറയാനുള്ളത്. ദൈവമേ, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ കയ്യിൽ പറ്റുന്ന കാര്യം നീ തരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യാം. ഒരുപക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ രീതിയിൽ ചിന്തിക്കുന്നവരിവിടെ ഇരിപ്പുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് പറയട്ടെ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ചിലപ്പോൾ ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് വെക്കുന്ന അവന്റെ ദൗത്യങ്ങൾ
നമ്മുടെ കഴിവിനും പുറമേ ഉള്ള കാര്യമായിരിക്കും. All of God's heroes are ordinary people. All of God's heroes are ordinary people. ഗിനിയന്റെയൊക്കെ ജീവിതം നമുക്കറിയാം. ഞാൻ പറയട്ടെ, ദൈവം വിളിച്ചപ്പോൾ പലരും പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? ദൈവമേ, ഇതെന്നെ കൊണ്ട് എന്തില്ല, ആകത്തില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ദൈവം ഏതെങ്കിലും കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടോ? അങ്ങനെ ദൈവം പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരം ഇതുപോലെ അനന്യാസിനെ പോലെ, ദൈവമേ, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന ഒരു അവസ്ഥയിൽ നിന്നവരിവിടെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? വി നീഡ് ടു ഹാവ് ഫെയ്ത്ത്. വിശ്വാസമില്ലാതെ ദൈവത്തിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസാദിക്കാൻ പറ്റുന്നില്ല എന്ന് വായിക്കുന്നത്. It is impossible to please God without what? Faith. And let me say this, I can add this to that. Without faith, you cannot serve God. ദൈവ ശുശ്രൂഷ ചെയ്യാനും നമുക്ക് എന്താ ആവശ്യമറിയോ? വിശ്വാസം ആവശ്യമാണ്. എന്ത് വിശ്വാസം? എന്നെ വിളിക്കുന്ന ദൈവം, എന്റെ കയ്യിൽ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന ദൈവം, അവന് ഇത് സാധ്യമാകും. Do you believe that? I want to ask you, you know what? Many of us, we are not doing what the Lord wants us to do because of fear. Fear of failure. Fear of what others will say. No, many of us know we don't want to do the things the Lord puts as a burden in our heart because we are all people who are afraid. പക്ഷെ ദൈവവചനം പറയുന്നത് വിശ്വാസത്താൽ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ദൈവദാസനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങൾ അറിയുന്നവരാ, പല പ്രസംഗങ്ങളിലൊക്കെ കേട്ട് കാണും. ജോർജ് മുള്ളറുടെ ജീവിതം. ജോർജ് മുള്ളർ താനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ, UK-യിലുള്ള ബ്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് നടന്നത്. താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് തിരിച്ച് എല്ലാ ദിവസവും പോകുമ്പോൾ താൻ കണ്ട കാഴ്ച, പിള്ളേര്, കൊച്ചു മക്കൾ, ഹോംലെസ് പീപ്പിൾ, അവര് റോഡിലാണ് കിടക്കുന്നത്. തണുപ്പ് സമയത്തെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതയ്ക്കാൻ പോലും നല്ല പുതപ്പില്ല. അപ്പൊ എന്തോ പറഞ്ഞ 4-5 പിള്ളേര് ഒന്നിച്ച് ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും. കാരണം അങ്ങനെ കെട്ടിപ്പിടിച്ചെങ്കിലും ഈ തണുപ്പ് മാറാൻ വേണ്ടി. ഇത് പല ദിവസങ്ങൾ, പല കോൾഡ് സീസൺസിലും ഈ ജോർജ് മുള്ളർ ഇങ്ങനെ വന്ന് കണ്ടിട്ട് പോയ രാത്രികളുണ്ട്. ആ സമയത്തിലൊക്കെയും ദൈവം അവനോട് സംസാരിച്ചു, നീ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ജോർജ് മുള്ളറുടെ കയ്യിൽ അന്നുണ്ടല്ലോ ഈ രീതിയിലുള്ള ഒരു ശുശ്രൂഷ തുടങ്ങാനുള്ള കാശില്ല. ജോർജ് മുള്ളർ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഐ ഡിഡ്ന്റ് ഈവൻ ഹാവ് 1 pound. 1 pound നമുക്കറിയാം, UK പൗണ്ട് 2 shillings ഉള്ളായിരുന്നു എക്സ്ട്രാ. എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ കാശ് എന്ന് പറയുന്നത് ജോർജ് മുള്ളറിന്റെ കയ്യിൽ അന്ന് 2 shillings ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ മനുഷ്യന് കാശില്ലായിരുന്നു, പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? വിശ്വാസം. ഞാൻ ഈ ജോർജ് മുള്ളറിന്റെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്, ബ്രിസ്റ്റലിൽ. ഇറ്റ്സ് എൻ അമേസിങ്. നിങ്ങൾ UK ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രിസ്റ്റലിൽ പോകണം. അവിടെ ഈ ജോർജ് മുള്ളറിന്റെ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ പോയാൽ അവിടെ ഒരു ചാർട്ട് പോലെ ഒരു ചാർട്ട് ഉണ്ട് കേട്ടോ. ആ ചാർട്ടില് അതില് ജോർജ് മുള്ളറിന് ഈ അനാഥ ആശ്രമം തുടങ്ങുന്നതിന് മുമ്പേ തന്നെയും ദൈവം തന്ന ചില കാര്യങ്ങൾ താൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ. അത് വായിച്ചാൽ അത്ഭുതപ്പെടും. പുള്ളി എഴുതിയേക്കുക, 2 തവി, 4 പ്ലേറ്റ്, 5 പിള്ളേരുടെ ഉടുപ്പ്, ഇങ്ങനെ ഒരു 60-70 കാര്യങ്ങൾ ആ ചാർട്ടിൽ ദൈവദാസൻ എഴുതി വെച്ചിരിക്കുവാണ്. എന്നിട്ട് ഈ ജോർജ് മുള്ളർ പറയുക, എന്താ പറഞ്ഞതെന്നറിയോ? ലാസ്റ്റിന് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു,
ദൈവമേ എനിക്ക് തുടങ്ങാനുള്ള എല്ലാം നീ തന്നിട്ടുണ്ട്, ആദ്യത്തെ കുഞ്ഞിനെ എനിക്ക് താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന്. I tell you brothers, unbelievable story. The amount of money that ran through the hands of George Muller for the blessings of others. In his own lifetime, he cared for 10,000 orphans. And look at what he said. The living God is our sufficiency. I have trusted him for $1. I have trusted him for thousands and never trusted in vain. Blessed is the man that trusted in him. അവനിൽ ആശ്രയിക്കുന്നത് മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസഫിഷ്യൻസി അതോർത്ത് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ ദൈവമക്കളെ? അനന്യാസിനോട് ദൈവം സംസാരിക്കുന്ന വാക്കുകളുണ്ട്, നമ്മൾ പെട്ടെന്നൊന്ന് ആ വാക്കുകളിലോട്ട് പോകാം. The kind of obedience God expects. The kind of obedience God expects. 9-ാം അധ്യായം 15 തുടങ്ങി 19 വരെ ഒന്ന് വായിക്കാമോ? കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. അമേസിംഗ് അക്കൗണ്ട്. ദൈവത്തോട് അനന്യാസ് പറഞ്ഞു, ദൈവമേ, ഈ ശൗലിന്റെ പാസ്റ്റ് എനിക്കറിയാം, ശൗലിന്റെ പ്രസന്റ് അറിയാം. അങ്ങനെയാ പറഞ്ഞത്. ഞാൻ പറയട്ടെ, God also has a sense of humor. God has sense of what? Humor. ആരോടാ പറയുന്നത് അനന്യാസ്? ശൗലിനെ കുറിച്ച് ദൈവത്തോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അനന്യാസിന്? ദൈവമേ, ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് യെരുശലേമില്, ഇപ്പയും ഡമസ്കസിൽ എന്തൊക്കെ ചെയ്യാൻ വന്നത്, ഇതൊക്കെയും ദൈവത്തോട് അനന്യാസ് പറഞ്ഞപ്പോൾ it's amazing. You know what God said? Ananias, you go. നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നീ പോക, അത്രയും മാത്രം നീ ചെയ്താൽ മതി. You know what? കാരണം ദൈവം അതിനപ്പുറം പറയുക, നിനക്ക് അനന്യാസിന്റെ പാസ്റ്റ് അറിയാം, പ്രസന്റ് അറിയാം, എനിക്ക് അനന്യാസിന്റെ ഫ്യൂച്ചർ, പൗലോസിന്റെ ഫ്യൂച്ചർ അറിയാം. അനന്യാസിന് ഈ ശൗലിന്റെ പാസ്റ്റ് അറിയാം, പ്രസന്റ് അറിയാം. പക്ഷെ ദൈവത്തിന് മാത്രമേ എന്തറിയുള്ളൂ? അവന്റെ ഫ്യൂച്ചർ അറിയുള്ളൂ. അതാണ് ഇപ്പൊ അനന്യാസിന്റെ അടുത്ത് പറയുന്നത്. അനന്യാസേ, നിന്നോട് ഞാൻ ഏൽപ്പിച്ചത് ചെയ്യേ. ഡോണ്ട് വറി അബൌട്ട് ഫ്യൂച്ചർ. ഐ നോ സോൾസ് ഫ്യൂച്ചർ. കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി എവിടെയൊക്കെ നിന്ന്, ഏതൊക്കെ രാജാക്കളുടെ മുമ്പിൽ നിന്ന്, എവിടെയൊക്കെ യാത്ര ചെയ്ത് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ വേണ്ടി ഞാൻ ഇവനെ ചൂസ് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇപ്പോൾ എവിടെ അയക്കുന്നത്? ശൗലിന്റെ അടുത്ത് അയക്കുന്നത്. Isn't that amazing? God's command is to go. ഏൽപ്പിച്ച കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ദൈവം കൊടുക്കുന്ന കൽപ്പന. ഫ്യൂച്ചർ ഡസ് നോട്ട് ബിലോങ് ടു us. God is sovereign. ദൈവത്തിന്, ഞാൻ പറയട്ടെ, ദൈവം ഒരു മനുഷ്യനെ വിളിച്ച്, മോനെ മോളെ ഇത് നീ ചെയ്യെന്ന് പറഞ്ഞ് അയക്കുമ്പോൾ, ഞാൻ പറയട്ടെ, none of us know the future, but the one who is calling, he knows future, everything. God's sovereign knowledge. അതാണ് ഇവിടെ അനന്യാസിന് ദൈവം വെളിപ്പെടുത്തിയത്. ശൗലിനെ കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ എന്തുണ്ടെന്നുള്ളത് നീ അറിയണം. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയട്ടെ.
ശൗലിന്റെ അടുത്തോട്ട് അയക്കുമ്പോൾ അനന്യാസിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ ഓർപ്പിച്ചയച്ചത്, അനന്യാസേ, നീ പോകുന്നതിന് മുമ്പേ തന്നെയും നീ വരുമെന്നുള്ളതും നീ സംസാരിക്കുന്നുള്ളതും അവനോട് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അറിയിച്ചിട്ടുണ്ട്. What an amazing God. Even before we actually proceed with the task, God has already prepared what? The ground. Isn't that amazing? Yes. Even before we take the first step in obedience, God says, even before you go and meet with Saul, I have prepared his mind to receive you. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം കേട്ടോ, ദൈവത്തിന്റെ കൃപ നമ്മെ താങ്ങാത്ത ഒരു സ്ഥലത്തോട്ടും ദൈവം എന്ത് ചെയ്യില്ല, നമ്മെ അയക്കത്തില്ല. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ബലവും നമ്മെ താങ്ങാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയും ദൈവം നമ്മളെ എന്ത് ചെയ്യില്ല, കടത്തിക്കൊണ്ടുപോകത്തില്ല. If he says go, it means he knows everything. Just go, just do it. Because that is the kind of trust that God expects. I love sharing some of these stories. കാരണം എന്താ പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ഈ കാലത്തിൽ പ്രവർത്തീകരണമാക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ചില കഥകളല്ല, ഈ വചനപ്രകാരം ജീവിച്ചവരുണ്ട് എന്നുള്ളതിന്റെ വെളിച്ചമാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ വ്യക്തിയുടെ ഒരു സംഭവം പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കാം. ഈ ദൈവദാസന്റെ പേരാണ് ബർത്തലമേയു സീഗൻബാർഗ്. ഓക്കെ, ജർമ്മനിലെ ഒരു ദൈവദാസനാണ്. ജർമ്മനിയിൽ ഹാലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ദൈവം ഇന്ത്യയിലോട്ട് ഈ ദൈവദാസനെ അയക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഐ എം ടോക്കിംഗ് അബൌട്ട് 1706. 1706 വർഷം. അപ്പൊ ഈ ദൈവദാസന് ഈ വിളി കിട്ടിയപ്പോൾ അന്ന് വയസ്സ് 21 എങ്ങാണ്ടോ ഉള്ളൂ, 21, 22 ഉള്ളൂ. ഇത്രയും ദൂരെ അറിയാത്ത സ്ഥലത്ത് പോകണോ, ഭാഷ അറിയാത്ത സ്ഥലത്ത് ഞാൻ പോകണോ? അത് മാത്രമല്ല, ഈ ദൈവദാസന് ശരീരത്തിൽ ഭയങ്കര ബലഹീനതയാണ്. ഹി ഹാഡ് ക്രോണിക് ഇൽനെസ്. അതുകൊണ്ട് പല പ്രാവശ്യവും ദൈവം ഈ ആഗ്രഹം തന്നിട്ടും, ഈ ഒരു ആലോചന ദൈവം തന്നിട്ടും പലപ്പോഴും ചിന്തിച്ചെന്ന്, പല മാസങ്ങൾ ചിന്തിച്ചു, ദൈവമേ ഞാൻ അങ്ങോട്ട് പോകണോ? ഞാനിങ്ങനെ പറയട്ടെ, 1706 ഇന്ത്യയിൽ വന്നു. The first Protestant missionary to India. വില്യം കേരി വരുന്നതിന് 100 വർഷം മുമ്പേ ഇന്ത്യയിൽ വന്ന ഒരു ദൈവദാസനാണ്. You know what? അവിടെ നിങ്ങൾ കാണുന്ന ഒരു സ്റ്റാച്യു ആണ്. 300th ഇയർ ഈ ദൈവദാസൻ വന്നതിന്റെ 300ാമത്തെ ആനിവേഴ്സറിയിൽ ഒരു സ്റ്റാച്യു അവർ കൊണ്ടുവന്നു. അത് മാത്രമല്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ എ പ്ലേസ് കോൾഡ് ട്രാങ്കുബാർ, തരംഗംപാടി എന്ന് പറയും, തമിഴ്നാട്ടില്, പോണ്ടിച്ചേരിയുടെ അടുത്ത്. അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സ്ലാബില് ഈ ദൈവദാസനെ കൊണ്ട് ഇന്ത്യയിൽ ദൈവം സാധിച്ചെടുത്തത് എന്താണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയ അക്ഷരമാകുന്നതുകൊണ്ട് വായിക്കാൻ പറ്റത്തില്ല. 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഏഷ്യയില് ആദ്യത്തെ ഏഷ്യൻ ലാംഗ്വേജ് ടു റിസീവ് ദ ബൈബിൾ. He translated the Bible into the Tamil language. First printing press in India. First paper mill in India. First tailoring unit in India. First girls' school in India. The first anthology of all the Hindu gods, so that the missionaries will be able to preach the gospel to them. ഇങ്ങനെ 20-ൽ പരം കാര്യങ്ങൾ താൻ ചെയ്തു. 36 വയസ്സിൽ താൻ മരിച്ചു. 36 years, that's all he lived. 36 വയസ്സില് മരിച്ച ഒരു വ്യക്തിയുടെ ദൈവം അവനെ കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ചെയ്ത കാര്യങ്ങൾ ഒന്ന് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ്. ദൈവം ഒരാളെ വിളിച്ച്, എത്ര ബലഹീന ഉള്ള ഒരു വ്യക്തി ആയാലും, എത്ര പേടിയുള്ള ഒരു വ്യക്തി ആയാലും, ദൈവം ഒരാളെ വിളിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച്, മകനെ നീ പോ എന്ന് പറഞ്ഞ്
അയക്കുമ്പോൾ ഉണ്ടല്ലോ, I tell you, that's a blessing. You know, brothers and sisters, you don't have time. I think we'll have to conclude here. The kind of blessing God bestows. നമുക്കറിയാം, ഈ 9-ാം അധ്യായത്തിന്റെ എൻഡിൽ വരുമ്പോൾ അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകമായാലും പുതിയ നിയമമായാലും ഒരു പേര് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആരാന്നറിയോ? പൗലോസ്. അനന്യാസിന്റെ ശുശ്രൂഷ അവിടെ അവസാനിച്ചു. ഒരു വ്യക്തിയെ കണ്ട്, ഞാൻ പറയട്ടെ, ഇവിടെ അവസാനിപ്പിക്കട്ടെ. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു വ്യക്തിക്ക് സുവിശേഷം അറിയിക്കുന്നത്, ചിലപ്പോഴൊക്കെ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് കാരണമാകുന്നത്, ചിലപ്പോൾ ഒരു വ്യക്തിയെ പോയി ദൈവം കാണാൻ നമ്മളോട് പറയുമ്പോൾ, ആ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ, ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്ന് അവനെ ഒന്ന് ഡിസൈപ്പിൾ ചെയ്തെടുക്കുമ്പോൾ, ഒരു വ്യക്തിയെ മെന്റർ ചെയ്തെടുക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾക്കറിയത്തില്ല ആ വ്യക്തിയെ കൊണ്ട് ദൈവം ഭൂലോകത്ത് എന്തൊക്കെ ചെയ്തെടുക്കുന്നുള്ളത് നമുക്ക് ആർക്കും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഞാൻ പറയട്ടെ, അനന്യാസ് എന്ന് പറയുന്ന ദൈവദാസൻ, ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു പക്ഷേ പൗലോസിന്റെ ശുശ്രൂഷ കത്തി, പല സ്ഥലങ്ങളിലും പൗലോസിന്റെ ശുശ്രൂഷ കത്തി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പക്ഷേ ഈ ദൈവദാസൻ ഡമസ്കസിലുള്ള ചർച്ചിൽ അന്നൊരു വൈസനായിട്ട് അവിടെ കഴിഞ്ഞുകൂടുമെങ്കിലും മനസ്സിൽ എന്തൊരു സന്തോഷമാണ്. അന്ന് ദൈവം എന്നെ വിളിച്ച് ഈ മനുഷ്യനെ പോയി കാണുവാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവന് സ്നാനം കൊടുക്കുവാൻ വേണ്ടി എന്നെ അയച്ചു. ആ ശുശ്രൂഷ ഞാൻ ചെയ്തു. അവനെ ദൈവം എടുത്ത് ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം ചെയ്യുന്നു. എന്തൊരു സന്തോഷമായിരിക്കും. I tell you, some of our ministries may look very small, very small. Some of our ministries, ദൈവം നമ്മളെ ചെയ്യിപ്പിക്കുന്ന ഞാൻ വേറെ കാര്യങ്ങൾ പറയട്ടെ. ചിലപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പലരും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്, പലരും ദൈവവേലയ്ക്ക് വേണ്ടി പല ദൈവദാസന്മാരെയും താങ്ങുന്നവരാണ്. ചിലപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ ഒരാളെ വിളിച്ച് സംസാരിക്കുന്നത്, ഒരാൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ്, സഹോദര എങ്ങനെയുണ്ട്, സുഖമാണോ, കുടുംബത്തിൽ എങ്ങനെയുണ്ട്, ഒരു വാക്ക് അയക്കുന്നത്, ഞാൻ പറയാം, ആ ദൈവദാസന്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് എങ്ങനെ ദൈവം എടുത്ത് അവനെ ബലപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നുള്ളത് ചിലപ്പോൾ ഇന്ന് അറിയത്തില്ല കേട്ടോ. ഒരുപക്ഷെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർ ആരെങ്കിലും നിങ്ങളോടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ സൺഡേ സ്കൂളിൽ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് 1 വർഷമോ 2 വർഷമോ നിങ്ങൾ വചനം പഠിപ്പിച്ചിട്ട് പോകുന്ന ആ മക്കളിൽ, നിങ്ങളിൽ കൂടെ കർത്താവ് അവരുടെ ഉള്ളിൽ ഇടുന്ന ആ വിത്തുകൾ നാളെ ഏത് രീതിയിൽ കർത്താവ് ഉപയോഗിക്കുന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. ഓൺലി ഇറ്റേണിറ്റി വിൽ ഫുള്ളി റിവീൽ ദ റിയൽ ഇമ്പാക്ട് ഓഫ് അവർ വർക്ക്. I had one illustration to just show you, but anyway, കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് മാത്രം പറയാം. 1858 ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു സൺഡേ സ്കൂളിൽ എഡ്വേർഡ് കിംബിൾ എന്ന് പറയുന്ന ഒരു സൺഡേ സ്കൂൾ ടീച്ചർ, പുള്ളിയുടെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ കൊടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും കർത്താവിനെ എന്ത് ചെയ്യണം? അറിയണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അതുപോലെ അവരെ ഒരാളെയും തനിച്ച് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു വർഷം പുള്ളിയുടെ താഴെ ഉണ്ടായിരുന്ന ആ ക്ലാസ്സിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു പയ്യൻ, ഒരു ടീനേജർ. പലപ്പോഴും എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ അടങ്ങിയിരിക്കത്തില്ല, വെളിയിൽ ഓടും. ഒരു പ്രാവശ്യം താൻ സമയമെടുത്ത് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി നിന്ന് അവൻ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കൂടെ നടന്ന് പല കാര്യങ്ങൾ സംസാരിച്ച് ലാസ്റ്റിൽ ചോദിച്ചു, മോനെ, ദൈവകരങ്ങളിൽ നിന്നെ നീ സമർപ്പിക്കാമോ? അന്ന് ഈ എഡ്വേർഡ് കിംബിൾ ചോദിച്ചപ്പോൾ, you know what, this guy called D.L. Moody, I don't know how many of you know about D.L. Moody. ബില്ലി ഗ്രഹാമിനെ കുറിച്ച് നമ്മൾ കേട്ട് കാണും. D.L. Moody was the 19th century's
ദ വെൽ നോൺ ഇവാഞ്ചലിസ്റ്റ്, ആയിരങ്ങൾ ലക്ഷങ്ങൾ കർത്താവിനെ അറിയുവാൻ കാരണമായിരുന്നത് D.L. മൂഡിയാണ്. ആ D.L. മൂഡി എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് എഡ്വേർഡ് കിംബലിന്റെ ഒരു ഫ്രൂട്ട്. ആ മൂഡിയിൽ കൂടെ വന്നവരാണ് F.B. മേയർ. അതിനപ്പുറമുള്ള ദൈവം നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു ചിലരുടെ പേര് മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ. ബില്ലി ഗ്രഹാമും. ഇങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എഡ്വേർഡ് കിംബൽ എന്ന് പറയുന്ന ദൈവദാസൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു കാഴ്ച അന്ന് കാണുന്നത്. അയ്യോ, എന്റെ പ്രവർത്തനത്തിൽ ഞാൻ നേടിയ ഒരു വ്യക്തിയെ കൊണ്ട് അതിന്റെ റിപ്പിൾ എഫക്റ്റ് എവിടെ വരെ എത്തി എന്നുള്ളത് അന്ന് കാണും. You know what I want to encourage and close? ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഏത് ശുശ്രൂഷയും അത് ദൈവം തന്നതാണെന്നുള്ളത് ഉറപ്പാക്കി ഭയത്തോടും ഭക്തിയോടും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം അത് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിത്യതയിൽ അതിൻ്റെ കംപ്ലീറ്റ് ഫലനം നമുക്ക് കാണുവാൻ ആനന്ദിക്കുവാൻ സാധിക്കും. Ananias, an amazing man who was used by God, who labored with the Lord Jesus to fulfill whatever the Lord had planned to accomplish. നമ്മുടെ ജീവിതത്തിലും അനന്യാസിനെ പോലെ ദൈവം നമ്മെ വിളിക്കുന്ന കാര്യങ്ങൾ, ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർപ്പാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം.